വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം ഫോർത്ത് സെമസ്റ്റർ ഫാർമകോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ കളക്ഷൻ, പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 കൾട്ടിവേഷൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കൾട്ടിവേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഇന്ന് കളക്ഷൻ, പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് കളക്ഷൻ ഓഫ് ക്രൂഡ് ഡ്രഗ്സ് നോക്കാം. കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിൻ ആൻഡ് ഹൈ ക്വാളിറ്റി ഡ്രഗ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏത് സീസണിലാണ് കളക്ട് ചെയ്യുന്നത്, ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കളക്ട് ചെയ്യുന്നത്, സ്കിൽഡ് കളക്ടേഴ്സ്, ഇത്രയും ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രഗ് നമുക്ക് വൈൽഡ് സോഴ്സസ്ന്നോ അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് എന്നോ കളക്ട് ചെയ്യാം. കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് എന്നാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഇനി ഒരു സ്കിൽഡ് കളക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പം അൺസ്കിൽഡ് ആയിട്ട് അതല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അഡൾട്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ശ്രദ്ധ ഇല്ലാത്തത് കാരണം, അതായത് കെയർലെസ്നെസ് അല്ലെങ്കിൽ ഇഗ്നോറൻസ്, അത് നമ്മൾ ജസ്റ്റ് അതിനെ അവോയ്ഡ് ചെയ്ത് അവഗണിച്ചിട്ടോ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഒക്കെ ചിലപ്പോൾ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കളക്ഷന് വേണ്ടിയിട്ടുള്ള ഐഡിയൽ ടൈം എപ്പോഴാണോ ആക്റ്റീവ് കണ്ടന്റ് മാക്സിമം ആയിരിക്കുന്നത് അതൊക്കെ അറിയണം. അതേപോലെ ഇത് ഹൈ ക്വാളിറ്റിയും ഗുഡ് അപ്പിയറൻസ് ഓഫ് ക്രൂഡ് ഡ്രഗ് എൻഷുവർ ചെയ്യുന്നുണ്ട്. അതേപോലെ ആക്റ്റീവ് കണ്ടന്റിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്രോപ്പർ കളക്ഷൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കിൽഡ് കളക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിംഗ് പർപ്പസിൻ്റെ കേസിൽ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈസി ട്രാൻസ്പോർട്ട്, സേഫ് സ്റ്റോറേജ്, ഫോറിൻ അല്ലെങ്കിൽ അൺവാണ്ടഡ് മെറ്റീരിയൽസിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് പ്ലാന്റിൻ്റെ ഏജ്, കളക്ഷൻ്റെ മന്തും, ഏത് മാസത്തിലാണ് ഏത് സീസണിലാണ് കളക്ട് ചെയ്യേണ്ടത്, ഡിസീസ്ഡ് പ്ലാന്റ്സിനെ അവോയ്ഡ് ചെയ്യുക. ഇത്രയും ഫാക്ടേഴ്സ് അവിടെ കൺസിഡർ ചെയ്യണം. ഇനി കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ലേബർ ടൈപ്പും ഉണ്ട്, മെക്കാനിക്കൽ കളക്ഷനും ഉണ്ട്. ലേബർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ ലേബർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ സ്കിൽഡ് ലേബറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മെക്കാനിക്കൽ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ കേസിൽ കൂടുതൽ എക്കണോമിക്കൽ ആയിട്ടുള്ളത് മെക്കാനിക്കൽ കളക്ഷനാണ്. അടുത്തത് ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. റൈസോംസും റൂട്ട്സും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏരിയൽ ഗ്രോത്ത് സ്റ്റോപ്പ് ആവുന്ന സമയത്താണ് കളക്ട് ചെയ്യുക. ഫ്രൂട്ട്സ് ആണെങ്കിൽ ഇയർലി സ്പ്രിംഗ് ബിഫോർ ഫ്ലവറിംഗ് ആണ് കളക്ട് ചെയ്യുന്നത്. ബാർക്ക് ആണെങ്കിൽ സ്പ്രിംഗ് അല്ലെങ്കിൽ ഇയർലി സമ്മർ, വിൻ്റർ, ഓട്ടം ആ ഒരു സമയത്താണ് കളക്ട് ചെയ്യുക. ഇനി ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 മെത്തേഡ്സ് ആണുള്ളത്. ഫെല്ലിംഗ് മെത്തേഡ്, അപ്രൂട്ടിംഗ് മെത്തേഡ്, കോപ്പിക്കിംഗ് മെത്തേഡ്, ഊസിംഗ് മെത്തേഡ്. ഫസ്റ്റ് വൺ ആണ് ഫെല്ലിംഗ് മെത്തേഡ്. ഫെല്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീനെ ബേസിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ബാർക്ക് പീൽ ഓഫ് ചെയ്യുക, അതാണ് ഫെല്ലിംഗ് മെത്തേഡ്. അപ്രൂട്ടിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിനെ അപ്രൂട്ട് ചെയ്തിട്ട് ബാർക്ക് റിമൂവ് ചെയ്യുക. അപ്രൂട്ട് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ പിഴുതെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇനി കോപ്പിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിനെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു സ്പെസിഫിക് ഹൈറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യുക, ഒരു പോർഷൻ ഓഫ് സ്റ്റെം അവിടെ തന്നെ നമ്മൾ ബാക്കി വെക്കുക, റീഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. കോമൺ ആയിട്ട് സിന്നമണിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ലീവ്സ് ഫ്ലവറിങ്ങിൻ്റെ മുമ്പ് വേണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലവേഴ്സ് കളക്ട് ചെയ്യുന്നത് ബിഫോർ പൊളിനേഷനാണ് ഫ്ലവേഴ്സ് കളക്ട് ചെയ്യുക. ഡ്യൂറിങ് ഡ്രൈ വെതർ പ്രിഫറബിളി മോർണിംഗിലാണ് ഫ്ലവറിനെ കളക്ട് ചെയ്യുക. അടുത്തത് ഊസിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗമ്മിൻ്റെ ഒക്കെ കേസിൽ ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ റബ്ബറിലൊക്കെ കണ്ടിട്ടില്ലേ, പാലൊക്കെ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പാല് ഊസിങ് ഔട്ട്, അതായത് പാൽ ഇങ്ങനെ പുറത്തേക്ക് വരും. ഓക്കെ, അതാണ് ഊസിങ് മെത്തേഡ്. അപ്പോൾ 4 മെത്തേഡ്: ഫെല്ലിംഗ് മെത്തേഡ്, അപ്രൂട്ടിംഗ് മെത്തേഡ്, കോപ്പിക്കിംഗ് മെത്തേഡ്, ഊസിങ് മെത്തേഡ്. അടുത്തത് കളക്ഷൻ കഴിഞ്ഞു. അടുത്ത പ്രോസസ്സാണ് പ്രോസസ്സിംഗ് ഓഫ് ക്രൂഡ് ഡ്രഗ്. കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രഗ്സ് എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. അതിൽ വരുന്നതാണ് ഹാർവെസ്റ്റിംഗ്, ഡ്രൈയിങ്, ഗാർബ്ലിംഗ്, പാക്കിംഗ്, സ്റ്റോറിങ്. ഓൾറെഡി ഹാർവെസ്റ്റിങ്ങിൻ്റെ മെത്തേഡ് നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ നോക്കി. ഇനി ഹാർവെസ്റ്റിങ്ങിൽ എന്തൊക്കെയാണ്, ജസ്റ്റ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ജനറലായിട്ട് എഴുതേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്രോപ്രിയേറ്റ് ടൈമിൽ സ്കിൽഡ് ലേബർ വേണം ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഹാർവെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ഓഫ് ഡ്രഗ്, ഏത് ഡ്രഗാണ്, അതിൻ്റെ ഫാർമക്കോളജിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൺസിഡർ ചെയ്യണം. ജെനുവിൻ പാർട്സ് വേണം സെലക്ട് ചെയ്യാൻ, അൺവാണ്ടഡ് പാർട്സിനെ റിജക്റ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് ഡ്രഗ്സിനും സ്പെഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഉണ്ടാവുക. അണ്ടർഗ്രൗണ്ട് ഡ്രഗ് ആണെങ്കിൽ മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് വാട്ടർ വെച്ച് നന്നായിട്ട് വാഷ് ചെയ്യും. ബാർക്ക് ആണെങ്കിൽ റെയിനി സീസണിന് ശേഷം ആ മോയ്സ്ചർ ബാർക്കിനെ സോഫ്റ്റൻ ചെയ്യും, അപ്പോൾ റിമൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും.
ലീവ്സ് ആണെങ്കിൽ ഫുള്ളി ഗ്രോൺ ചെയ്തതിന് ശേഷം വേണം ഹാർവെസ്റ്റ് ചെയ്യാൻ. ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫുൾ ഓപ്പൺ ആവുന്നതിന് മുൻപ് വേണം. സീഡ്സും ഫ്രൂട്ട്സും ആണെങ്കിൽ ഒരു സീഡ് സ്ട്രിപ്പർ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ക്ലോ ബഡ്സ് എന്ന് പറയുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുക എങ്ങനെയാ? ബാംബു സ്റ്റിക്ക് മുളവടി കൊണ്ട് ജെന്റ്ലി അതിനെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ക്ലോ ബഡ്സിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. കൊറിയാൻഡറും ഫെനലും ആണെങ്കിൽ അപ്രൂട്ട് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് ബീറ്റൺ ചെയ്യാണ് ഫ്രൂട്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വിനോയിങ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഡിഫറെൻറ്റ് ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ നോക്കി. ഫെല്ലിങ്, അപ്രൂട്ടിങ്, കോപ്പിക്കിങ്, ഊസിങ്. അടുത്തത് ഡ്രൈയിങ് ആണ്. ഡ്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർവെസ്റ്റിങ്ങിനെ ഫോളോ ചെയ്തിട്ടാണ് ഡ്രൈയിങ് ഉള്ളത്. നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ്സിനും ഫ്ലവേഴ്സിനും 20 to 40 ഡിഗ്രി സെൽഷ്യസും റൂട്ടിനും ബാർക്കിനും അറൌണ്ട് 35 ഡിഗ്രി സെൽഷ്യസും ആണ്. ഡ്രൈയിങ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അത് ലോങ്ങർ പീരീഡ് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഫാർമസ്യൂട്ടിക്കൽ എലഗൻസ് ഇംപ്രൂവ് ചെയ്യാനും മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും, മൈക്രോബിയൽ ഗ്രോത്തിൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഇൻഹിബിറ്റ് ചെയ്യാനും, ഗ്രൈൻഡിങ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഡ്രൈയിങ് ചെയ്യുന്നത്. ഇനി ഡ്രൈയിങ്ങിൻ്റെ മെത്തേഡ്സ് നാച്ചുറൽ മെത്തേഡ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഉണ്ട്. നാച്ചുറൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഡ്രൈയിങ് ഉണ്ട്. അതെന്താ? സൺലൈറ്റിൽ നമ്മൾ ഡ്രൈ ചെയ്യുന്നതാണ്. അത് ലൈറ്റോ ഹീറ്റോ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത ഡ്രഗ്സിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എക്സാമ്പിളാണ് അക്കേഷ്യ. ഷെയ്ഡ് ഡ്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റാലിസ്, സെന്ന പോലത്തെ ഡ്രഗ്സ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഷെയ്ഡ്, അതായത് തണലിൽ ഉണക്കുന്നതാണ്. അത് നാച്ചുറൽ കളറ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും വോളറ്റൈൽ ഓയിൽ കണ്ടന്റ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്മോൾ ഫാൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വിൻഡോൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഉണക്കുക. ഡാർക്കിലൊക്കെ ചെയ്യുന്നതാണ്. ഡാർക്കായിട്ടുള്ള സമയത്ത് ലൈറ്റിൻ്റെ പ്രസൻസ് ഇല്ലാതെ കളർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കെമിക്കൽസിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഈ ഡ്രഗ്സിൽ യൂഷ്വലി 12% മോയ്സ്ചർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സൺ ഡ്രൈയിങ് കഴിഞ്ഞു, ഷെയ്ഡ് ഡ്രൈയിങ്. ഇനി ന്യൂസ് പേപ്പറിൻ്റെ ഇടയിൽ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്യാം. അതായത് വെയിറ്റ് എന്ത് ചെയ്യുക? അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ന്യൂസ് പേപ്പറിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഡ്രൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? അവിടുത്തെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് മോൾഡ് ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് റെഗുലർ ചെക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആവുന്നുണ്ട്. അടുത്തത് യൂസ് ഓഫ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസ്. മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് ഡ്രൈയിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിളാണ് കാൽസ്യം ക്ലോറൈഡും സിലിക്ക ജെല്ലും. ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ട്രേ ഡ്രയർ ഉണ്ട്, വാക്വം ഡ്രയർ ഉണ്ട്, സ്പ്രേ ഡ്രയർ ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഡ്രൈയിങ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്. ട്രേ ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ട്രേയിൽ നമ്മൾ ഡ്രഗ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോട്ട് എയർ കണ്ടിന്യൂസ് ആയിട്ട് അതിലൊരു സെറ്റ് ടെമ്പറേച്ചറിൽ ഫ്ലോ ചെയ്യും. എക്സാമ്പിളാണ് അട്രോപ്പ റൂട്ട്. വാക്വം ഡ്രയർ എന്ന് പറഞ്ഞാൽ വാക്വം യൂസ് ചെയ്തിട്ടാണ് ഡ്രൈ ചെയ്യുന്നത്. എക്സാമ്പിൾ ടാനിക് ആസിഡ്. സ്പ്രേ ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. സെൻസിറ്റീവ് ഡ്രഗ്സിനൊക്കെ യൂസ്ഫുൾ ആണ്. പപ്പായ, ലാക്ടേസും പെക്റ്റിനും ആണ് എക്സാമ്പിൾ. ഇനി ഡ്രൈയിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് ഒരുപാട് ടൈം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. മൈക്രോബിയൽ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എൻസൈമിക് ആക്ടിവിറ്റി കുറയ്ക്കാൻ പറ്റും. പൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഗ്രൈൻഡിങ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഗാർബ്ലിംഗ് ഓർ ഡ്രസ്സിങ്. അപ്പോൾ കളക്ട് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം ഹാർവെസ്റ്റ് ചെയ്യുക, ഡ്രൈ ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യുക? നമ്മൾ ജസ്റ്റ് ഫോറിൻ മാറ്റർ ഉണ്ടോ, സാൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസ് ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്യും. പ്യൂരിറ്റിയും ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുക. ഇപ്പോൾ ക്ലോവിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റാൾക്കൊക്കെ ഉണ്ടെങ്കിലോ ഡ്രൈ ഫ്രൂട്ട്സ്, എക്സ്കോസ്റ്റഡ് ക്ലോ ബഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ആലോൻ്റെ കേസിലാണെങ്കിൽ അൺബോണ്ടഡ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള അയൺ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യും. ഇതാണ് എന്തിൽ വരുന്നത്? ഗാർബ്ലിംഗ് ഓർ ഡ്രസ്സിങ്. അടുത്തത് പാക്കേജിംഗ് ആണ്. നമ്മളൊരു ഡ്രഗിനെ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. മോർഫോളജിക്കൽ ആൻഡ് കെമിക്കൽ നേച്ചർ ഓഫ് ഡ്രഗ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഡ്യൂറിങ് ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, ഇതൊക്കെ നമ്മൾ നോക്കേണ്ട ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ആലോ ആണെങ്കിൽ ഗോഡ് സ്കിന്നിൽ, ആടിൻ്റെ തോലില്ലേ, അതിൽ വേണം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അസഫോയിറ്റഡ് ആണെങ്കിൽ വെൽ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിൽ വേണം പാക്ക് ചെയ്യാൻ. കോഡ് ലിവർ ഓയിൽ ആണെങ്കിൽ ലൈറ്റിനോട് സെൻസിറ്റീവ് ആണ്. സോ ലൈറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യണം. മോയ്സ്ചർ സെൻസിറ്റീവ് ഡ്രഗ്സ് ലൈക്ക് ഡിജിറ്റാലിസ് ആണെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ വേണം. ഡെസിക്കേറ്റിംഗ് ഏജൻറ്റ്സ് ആണെങ്കിൽ ഇൻസൈഡ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യണം. ഓക്സിഡേഷൻ സെൻസിറ്റീവ് ഡ്രഗ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക?
ഇപ്പോൾ ആൻറ്റി ഓക്സിഡൻസോ അല്ലെങ്കിൽ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാം. നോർമൽ ഡ്രഗ്സിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ കെയർ ഒന്നും ആവശ്യമില്ല. ഗന്നി ബാഗ്സിലോ പോളിത്തീൻ ബാഗ്സിലൊക്കെ നമുക്ക് ജസ്റ്റ് പാക്ക് ചെയ്ത് വിടാം. ഇനി വെയിറ്റ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എക്സാമ്പിളാണ് ഇന്ത്യൻ OPM. അതാണ് പാക്കേജിങ്ങിൽ വരുന്നത്. ഇനി പ്രിവെൻഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, ഇത് മെയിനായിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗ് ഇവിടെ എസെൻഷ്യൽ ആണ്. എല്ലാ ഡ്രഗ്സും എന്ത് ചെയ്യണം? വെൽ ക്ലോസ്ഡ് വെൽ ഫിൽഡ് കണ്ടെയ്നേഴ്സിൽ വേണം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ടർ പ്രൂഫ്, ഫയർ പ്രൂഫ്, റോഡൻ പ്രൂഫ് പ്ലേസസിൽ വേണം സ്റ്റോർ ചെയ്യാൻ. വാട്ടർ പ്രൂഫ് ആയിരിക്കണം, ഫയർ പ്രൂഫ് ആയിരിക്കണം, റോഡൻ പ്രൂഫ് ആയിരിക്കണം. കൂൾ ആൻഡ് ഡ്രൈ എൻവയോൺമെൻറ്റിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. മോയ്സ്ചർ സെൻസിറ്റീവ് ഡ്രഗ്സ് ആണെങ്കിൽ മോയ്സ്ചറിന് പ്രൊട്ടക്റ്റ് ചെയ്യണം. മോയ്സ്ചർ അബ്സോർബിങ് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഇൻസൈഡ് ദ കണ്ടെയ്നർ വേണം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈറ്റ് സെൻസിറ്റീവ് ഡ്രഗ്സ് ആണെങ്കിൽ ആംബർ കളർഡ് ബോട്ടിൽസിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈഗ്രോസ്കോപ്പിക് ഡ്രഗ്സ് ആണെങ്കിൽ മോയ്സ്ചർ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യും എയർന്ന്. സോ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ വേണം സ്റ്റോർ ചെയ്യാൻ. ഫിക്സ്ഡ് ഓയിൽസ് ആണെങ്കിൽ റാൻസിഡിഫിക്കേഷൻ അണ്ടർഗോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ കൂൾ കണ്ടീഷൻസിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എർഗോട്ട് പൗഡർ ആണെങ്കിൽ ഡീഫാറ്റ് ചെയ്യണം യൂസിങ് എ ലിപ്പിഡ് സോൾവെൻറ്റ്, സ്റ്റോറേജിന് മുമ്പ് സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ. പിന്നെ പോയിസണസ് സബ്സ്റ്റൻസിൻ്റെ അടുത്തൊന്നും ഡ്രഗ് സ്റ്റോർ ചെയ്യാൻ പാടില്ല. അതേപോലെ ഫോമും ഷേപ്പും ഒക്കെ എന്താണ് കൺസിഡർ ചെയ്യണം പാക്ക് ചെയ്യുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും. കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യണം റെഫ്രിജറേഷൻ ആവശ്യമുള്ള ഡ്രഗ്സിൻ്റെ കേസിൽ. ചെറിയ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ ടിന്നിലോ ക്യാനിലോ ഒക്കെ നമുക്ക് ജസ്റ്റ് സ്റ്റോർ ചെയ്യാം. വുഡൻ കണ്ടെയ്നേഴ്സ് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇന്ന് മെയിനായിട്ട് നമ്മൾ കളക്ഷൻ ഓഫ് ക്രൂഡ് ഡ്രഗ്സും അതിൻ്റെ ഇമ്പോർട്ടൻസും മെത്തേഡും നോക്കി. പ്രോസസ്സിങ് ഓഫ് ക്രൂഡ് ഡ്രഗ്സ്, അതിൽ ഹാർവെസ്റ്റിംഗ് നോക്കിയിട്ടുണ്ട്. ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് പറഞ്ഞു. ഡ്രൈയിങ് മെത്തേഡ്സ് പറഞ്ഞു. ഗാർബ്ലിംഗ് അല്ലെങ്കിൽ ഡ്രസ്സിങ്, പാക്കിങ്, പിന്നെ പ്രിസർവേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഇതുപോലത്തെ ബിഫാം മലയാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. വേണ്ടവർ ജസ്റ്റ് നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി. നോട്ട്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.